Hello friends, today we are discussing about magnetic dipole radiation. Consider a wire loop of radius B. If the current flowing through this loop, it will behave as a magnet and it will produce a magnetic moment. Suppose the current flowing through this is an oscillating current, that is I of t equal to I0 cos omega t. This is a sinusoidally varying current with frequency omega. And take this magnetic dipole as an oscillating magnetic dipole. We want to find the radiation produced by this dipole. Magnetic moment due to a current loop equal to current into area. ഒരു കറണ്ട് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കറണ്ട് ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് m of magnetic dipole m of t equal to pi b square I of t z cap. Area into current. Pi b square is the area of the current loop, I of t is the current, z is the direction. m of t equal to pi b square I0 cos omega t z cap. I of t ക്ക് പകരം I0 cos omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം മാഗ്നറ്റിക് ഡൈപോൾ m of t equal to pi b square I0 cos omega t z cap, which is equal to m0 cos omega t z cap, where m0 equal to pi b square I0. Pi b square I0 എന്ന് പറയുന്നതാണ് m0, which is the maximum value of magnetic dipole moment. ഇപ്പോൾ ഇതിൻ്റെ ഈ ഡയറക്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റിലോട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോക്കുമ്പം ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നോക്കുമ്പം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിന് നേരെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇസഡ് ഡയറക്ഷൻ എന്ന് വന്നത്, ഇസഡ് ക്യാപ്പ്. അന്നേരം മാഗ്നറ്റിക് ഡൈപോൾ m of t equal to m0 cos omega t z cap, where m0 equal to pi b square I0 is the maximum value of the magnetic dipole moment. Since the loop is uncharged, electric potential is 0. That is V equal to 0. ഈ ലൂപ്പ് എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആകും. ദെയർഫോർ ദ റിട്ടാർഡഡ് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? A of r comma t equal to mu0 by 4 pi integral I0 cos omega of t minus r by c by r into dl dash. സിൻസ് ദ ലൂപ്പ് ഈസ് അൺചാർജ്ഡ്, ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താകും? 0 ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് V ഈക്വൽ ടു 0. നമുക്കെന്ന് പറയുന്നത് ഈ P എന്ന് പറയുന്ന പോയിന്റിലെ വെക്റ്റർ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റിലെ t ടൈമിൽ ഉള്ള വെക്റ്റർ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് ഇപ്പം A ഓഫ് r കോമ t എന്ന് വെച്ചാൽ വെക്റ്റർ പൊട്ടൻഷ്യൽ അറ്റ് r അറ്റ് ടൈം t, വെക്റ്റർ പൊട്ടൻഷ്യൽ r അറ്റ് ടൈം t, വിച്ച് ഈസ് ഈക്വൽ ടു mu0 by 4 pi ഇൻ്റഗ്രൽ I0 cos omega ഓഫ് t മൈനസ് ഇതെന്ന് പറയുന്നത് റണ്ണിങ് ലെറ്റർ r ആണ്, r by c by r ഇൻറ്റു ഡി ഐ ഡാഷ്. ഇതിലെന്ന് പറയുന്നത് ഈ ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ എലമെൻറ്റിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് ഈ റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത്. അതിൽ ഈ ഒറിജിനിൽ നിന്നുമുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഈ എലമെൻറ്റിൽ നിന്നുമുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. Suppose the point is directly above the x axis. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് ഡയറക്റ്റ്ലി എബവ്, എക്സ് ആക്സിസിന് മുകളിലാണെങ്കിൽ ഡി എൽ ഡാഷ് ഫ്രം എയ്തർ സൈഡ്സ് ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2 കമ്പോണൻസ്. ഈ ഡി എൽ ഡാഷിനെ
അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ് ഈ പി എന്ന് പറയുന്ന പോയിൻറ്റ് എക്സ് ഡാഷിന് ഡയറക്റ്റ്ലി എബോവ് ആണെങ്കിൽ ഈ ഡി എൽ ഡാഷ് എന്ന് പറയുന്നത് ഡി എൽ ഡാഷ് ഫ്രം എയ്തർ സൈഡ്സ് ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2 കമ്പോണൻസ്. അതെന്ന് പറയുന്നത് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും ടേംസിൽ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ ഒരു ടേംസിലാണ് ഇപ്പം കോൺട്രിബ്യൂഷൻസ് അലോങ് എക്സ് ഡയറക്ഷൻ വിൽ ക്യാൻസൽ, ദാറ്റ് ഈസ് എക്സ് കമ്പോണൻസ് ക്യാൻസൽ. ഈ അങ്ങനെ എടുക്കുമ്പം ഈ എക്സ് ഡയറക്ഷനിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ക്യാൻസലായി പോകും. പിന്നെ വരുന്നത് വൈ കമ്പോണൻസിനകത്തുള്ള ടേംസ് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം വെക്റ്റർ പൊട്ടൻഷ്യൽ അറ്റ് ആർ അറ്റ് ടൈം ടി ഈക്വൽ ടു എ ഓഫ് ആർ കോമ ടി ഈക്വൽ ടു മ്യൂ 0 I0 b/4 വൈ ക്യാപ് ഇൻ്റഗ്രൽ 0 to 2 pi cos of omega of t minus r by c by r cos phi dash d phi dash. വെച്ചാൽ നമ്മൾ എക്സ് കമ്പോണൻസിൽ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ക്യാൻസൽ ആകും. പിന്നെ എന്താണ് വൈ കമ്പോണൻസിലുള്ളത് മാത്രമേ വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻസ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് വൈ ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്. വെക്റ്റർ പൊട്ടൻഷ്യൽ അറ്റ് ഇപ്പം നമ്മൾ ആ ഈ പോയിൻ്റ് പി എന്ന് പറയുന്ന ആ പോയിൻ്റ് എക്സ് ആക്സിസിന് ഡയറക്റ്റ്ലി എബവ് ആയിട്ടാണെങ്കിൽ ഈ ഡി എൽ ഡാഷ് എന്ന് പറയുന്നത് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനകത്ത് ഈ എക്സ് ഡയറക്ഷനിലുള്ള കോൺട്രിബ്യൂഷൻസ് ക്യാൻസൽ ചെയ്യുകയും വൈ കമ്പോണൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വെക്റ്റർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ കോമ ടി ഈക്വൽ ടു മ്യൂ 0 I0 b/4 വൈ ക്യാപ് ഇൻ്റഗ്രൽ 0 to 2 pi cos ഓഫ് omega of t minus r by c by r cos phi dash d phi dash. This is equation number 4. ഇനി നമുക്ക് ബൈ ദ ലോ ഓഫ് കൊസൈൻസ് നമ്മൾ അതിന് വേണ്ടി ഇതിനകത്ത് നിന്ന് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ റണ്ണിങ് ലെറ്റർ ആർ കണ്ടുപിടിക്കണം. അതിന് ലോ ഓഫ് കൊസൈന് ഈ ട്രയാങ്കിളിനകത്തോട്ട് ഈ വലിയ ട്രയാങ്കിളിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബൈ ലോ ഓഫ് കൊസൈൻസ് റണ്ണിങ് ലെറ്റർ ആർ ഈക്വൽ ടു എന്തെന്ന് വരും? √r² + b² - 2rb cos psi എന്ന് വരും. ലോ ഓഫ് കൊസൈൻ ആ ട്രയാങ്കിളിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേർ psi ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റേഴ്സ് ആർ ആൻഡ് ബി. psi എന്ന് പറയുന്നത് ആർ എന്നും ബി എന്നും പറയുന്ന വെക്റ്റേഴ്സിന് ഇടയിലുള്ള ആംഗിളാണ് ഈ psi എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗറിനകത്ത് നിന്ന് നമ്മുടെ ഈ psi എന്ന് പറയുന്ന ആംഗിളിനെ തീറ്റയുടെയും ഫൈയുടെയും ടേമിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് അപ്ലൈ ചെയ്യുന്നു. ഈ psi എന്ന് പറയുന്ന ആംഗിളിനെ തീറ്റയുടെയും ഫൈയുടെയും ടേമിലോട്ട് മാറ്റാൻ വേണ്ടി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ കൺസിഡർ ദ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഇപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിപ്പം എക്സ് ആക്സിസിലെയും ഇസഡ് ആക്സിസിലെയും ആംഗിൾ മാത്രമേ ഇതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം ഈ psi എന്ന് പറയുന്നത് psi ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റേഴ്സ് ആർ ആൻഡ് ബി. അങ്ങനെ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ എന്നും ബി എന്നും പറയുന്ന ഈ വെക്റ്റേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എക്സ് ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ ഇസഡ് ക്യാപ്, ബി ഈക്വൽ ടു ബി കോസ് ഫൈ പ്രൈം എക്സ് ക്യാപ് പ്ലസ് ബി സൈൻ ഫൈ പ്രൈം വൈ ക്യാപ്. എന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആർ ഡോട്ട് ബി എടുക്കണം. ഇത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആർ ഡോട്ട് ബി ഈക്വൽ ടു ആർ ഡോട്ട് ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആർ ബി സൈൻ തീറ്റ കോസ് ഫൈ പ്രൈം വിച്ച് ഈസ് ഈക്വൽ ടു ആർ ബി കോസ് സൈ എന്ന് വരുന്നു. അന്നേരം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ആർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എക്സ് ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ ഇസഡ് ക്യാപ്, ബി ഈക്വൽ ടു ബി കോസ് ഫൈ പ്രൈം എക്സ് ക്യാപ് പ്ലസ് ബി സൈൻ ഫൈ പ്രൈം വൈ ക്യാപ്. ടേക്കിംഗ് ഡോട്ട് പ്രോഡക്റ്റ് ആർ ബി കോസ് ഫൈ കോസ് സൈ ഈക്വൽ ടു ആർ ഡോട്ട് ബി ഈക്വൽ ടു ആർ ബി സൈൻ തീറ്റ കോസ് ഫൈ പ്രൈം. ഇതിൽ നിന്നും
നമ്മുടെ റണ്ണിങ് ലെറ്റർ ആറിനകത്തോട്ട് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മുടെ റണ്ണിങ് ലെറ്റർ ആറിനകത്തോട്ട് ആർ ഈക്വൽ ടു ദെർഫോർ ആർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2rb സൈൻ തീറ്റ കോസ് 5 പ്രൈം എന്ന് വരുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇതിൽ മെയിനായിട്ട് 3 അപ്രോക്സിമേഷൻ ആണുള്ളത്. ഫസ്റ്റ് അപ്രോക്സിമേഷൻ 1, ബി ഈസ് വെരി സ്മോൾ ആർ, ബി ഈസ് ലെസ് ദാൻ സ്മോൾ ആർ, ദാറ്റ് ഈസ് റേഡിയസ് ഈസ് വെരി സ്മോൾ, very smaller than the magnetic dipole radiation. We can neglect the square term. നമ്മൾ ഇപ്പം ഈ റണ്ണിങ് ലെറ്റർ ആർ എഴുതിയപ്പം നമ്മുടെ ഇക്വേഷൻ അഞ്ചാമത്തെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് സ്ക്വയർ ടേംസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യാം. വി ക്യാൻ നെഗ്ലക്ട് ദ സ്ക്വയർ ടേം. R is approximately equal to R into 1 minus B by R sin theta cos 5 prime. സോ വീണ്ടും നമ്മൾ എന്തെടുക്കുക, 1 by R എടുക്കുക. 1 by R ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 by R ഇൻറ്റു 1 പ്ലസ് ബി ബൈ ആർ സൈൻ തീറ്റ കോസ് 5 പ്രൈം. ഇതിന് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്തതാണ്. R ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R ഇൻറ്റു 1 മൈനസ് ബി ബൈ ആർ സൈൻ തീറ്റ കോസ് 5 പ്രൈം. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നതാണ്, 1 by R എടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 1 by R ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 by R ഇൻറ്റു 1 പ്ലസ് ബി ബൈ ആർ സൈൻ തീറ്റ കോസ് 5 പ്രൈം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ആൻഡ് കോസ് ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കോസ് ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി പ്ലസ് ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം. കോസ് ഒമേഗ ഓഫ് ടി മൈനസ് റണ്ണിങ് ലെറ്റർ ആർ ബൈ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഈ റണ്ണിങ് ലെറ്റർ ആറിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർ ഇൻറ്റു 1 മൈനസ് ബി ബൈ ആർ സൈൻ തീറ്റ കോസ് 5 പ്രൈം എന്ന വാല്യൂ ഇവിടുത്തെ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഈ സ്റ്റെപ്പ്. cos omega of t minus r by c is approximately equal to cos omega of t minus r by c plus omega b by c sin theta cos 5 prime. ഇനി ഇതിനെ നമ്മൾ cos a plus b എന്ന ഫോമിൽ, cos a minus b ഫോമിൽ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. cos a minus b എന്ന് പറയുന്നത് cos a minus b ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം cos a cos b മൈനസ് sin a sin b എന്ന് വെച്ചാൽ cos ഈ ടേമിനെ നമ്മൾ cos a മൈനസ് ബി ടേമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പം ഇക്വേഷൻ എങ്ങനെ വരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി കോസ് ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം മൈനസ് സൈൻ ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി സൈൻ ഓഫ് ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം. This is the first approximation, b less than r. The approximation 2, b less than c by omega. അതിന് നമ്മളിപ്പം നേരത്തെ കോസ് എ മൈനസ് ബി വെച്ച് എക്സ്പാൻഡ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം വെൻ തീറ്റ ഈസ് വെരി വെരി സ്മോൾ എന്നൊരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ കോസ് ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം എന്ന് പറയുന്ന ടേം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആൻഡ് സൈൻ ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം എന്നും നമ്മൾ കൊടുക്കുന്നു. ഇപ്പം വെൻ തീറ്റ ഈസ് വെരി വെരി സ്മോൾ, തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ നമ്മുടെ ഈ കോസ് ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈം എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1ഉം സൈൻ ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒമേഗ ബൈ സി സൈൻ തീറ്റ കോസ് 5 പ്രൈമുമാണ്. അതാണ് ഇക്വേഷൻ കൊടുത്തേക്കുന്നത്, ഇക്വേഷൻ 7 എന്ന് പറയുന്നത്. ഇപ്പം കോസ് ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കോസ് ഓഫ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി മൈനസ്
ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം സൈൻ ഒമേഗ ഓഫ് ടി മൈനസ് ആർ ബൈ സി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. Substituting equation 6 and 7 into equation 4 and dropping the second order term. അന്നേരം ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 7ഉം നമ്മുടെ ഇക്വേഷൻ 4-നകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓർഡർ ടേംസ് എല്ലാം എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. അന്നേരം വെക്റ്റർ പൊട്ടൻഷ്യൽ എ അറ്റ് ആർ അറ്റ് ടി, എ ഓഫ് ആർ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു μ0 I0 b by 4 pi r y cap integral 0 to 2 pi cos of omega of t minus r by c plus b sin theta cos phi prime into 1 by r cos of omega of t minus r by c minus omega by c sin of omega of t minus r by c cos phi prime d phi prime. ആറാമത്തെയും ഏഴാമത്തെയും ഇക്വേഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ഇക്വേഷൻ ഈ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഓർഡർ ടേംസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. അന്നേരം കിട്ടുന്ന ഇക്വേഷനാണ് എ ഓഫ് ആർ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു μ0 I0 b by 4 pi r y cap integral 0 to 2 pi cos omega t minus r by c plus b sin theta cos phi prime 1 by r cos omega of t minus r by c minus omega by c sin omega t minus r by c cos phi prime d phi prime. The first term integrates to 0, that is integral 0 to 2 pi cos phi prime d phi prime equal to 0. The second term involves the integral of cosine squared, that is integral 0 to 2 pi cos square phi prime d phi prime equal to pi എന്ന് വരുന്നു. Then the vector potential of an oscillating perfect magnetic dipole is A of r theta t equal to μ0 m0 by 4 pi sin theta by r 1 by r cos omega of t minus r by c minus omega by c sin omega of t minus r by c into phi cap. This is equation number 8. Put omega equal to 0. ഇതിൽ ഒമേഗയ്ക്ക് വരെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പം വെക്റ്റർ പൊട്ടൻഷ്യൽ എ ആർ തീറ്റ ഈക്വൽ ടു μ0 by 4 pi m0 sin theta by r square into phi cap. Next the approximation 3, r is greater than c by omega. The first term in a is negligible. നമ്മുടെ എട്ടാമത്തെ ഇക്വേഷനകത്ത് എ ഓഫ് ആർ കോമ തീറ്റ കോമ ടി ആ ഇക്വേഷനകത്ത് നിന്ന് എയുടെ ഫസ്റ്റ് ടേം നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗ്ലക്റ്റ് ചെയ്യുന്നു. അന്നേരം എ ഓഫ് ഇപ്പം ഈ ഒരു അപ്രോക്സിമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ ഫസ്റ്റ് ടേം നെഗ്ലക്റ്റ് ചെയ്യുന്നു. അന്നേരം ഇക്വേഷൻ എങ്ങനെ വരുന്നു, എ ഓഫ് ആർ കോമ തീറ്റ കോമ ടി ഈക്വൽ ടു മൈനസ് μ0 m0 ഒമേഗ ബൈ 4 ബൈ സി സൈൻ തീറ്റ ബൈ ആർ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഫൈ ക്യാപ്പ്. വെക്റ്റർ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അന്നേരം μ0 m0 ഒമേഗ സ്ക്വയർ ബൈ 4 ബൈ സി സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഫൈ ക്യാപ്പ്. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ which is equal to minus μ0 m0 omega square by 4 pi c square sin theta by r cos omega of t minus r by c phi cap. This is equation number 11. അന്നേരം വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അന്നേരം വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടിയും ബി എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എയുമാണ്.
നെക്സ്റ്റ് ഇത് വെച്ചിനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോയിൻറ്റിംഗ് വെക്റ്റർ എസ് കണ്ടുപിടിക്കുന്നു. എസ് ഇസ് ഈക്വൽ ടു 1/μ0 E ക്രോസ് ബി എ വിച്ച് ഈസ് ഈക്വൽ ടു μ0/c ഇൻറ്റു m0 ഒമേഗ സ്ക്വയർ ബൈ 4πc സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. അതാണ് പോയിൻറ്റിംഗ് വെക്റ്ററിൻ്റെ ഇക്വേഷൻ. ഇ ക്രോസ് ബി ബൈ μ0 വെച്ച് ഇയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോയിൻറ്റിംഗ് വെക്റ്റർ എസ് ഇസ് ഈക്വൽ ടു μ0/c m0 ഒമേഗ സ്ക്വയർ ബൈ 4πc ഇൻറ്റു സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഇനി നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു μ0 m0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4 ബൈ 32 പൈ സ്ക്വയർ സി ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആൻഡ് ദ ടോട്ടൽ റേഡിയേറ്റഡ് പവർ ഈസ് P ഈക്വൽ ടു μ0 m0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4 ബൈ 12 പൈ സി ക്യൂബ്. Comparing the total radiated power of electric dipole radiation and magnetic dipole radiation, that is P equal to μ0 p0 square omega raised to 4 by 12 pi c and P equal to μ0 m0 square omega raised to 4 by 12 pi c cube. Then P magnetic by P electric equal to m0 by p0 c the whole square, where m0 equal to pi b square I0 and p0 equal to q0 d, where d equal to pi b. The amplitude of the current in the electrical case was I0 equal to q0 omega. ഈ വാല്യൂസ് m0യുടെയും p0യുടെയും d-യുടെയും I0യുടെയും എല്ലാം വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം P മാഗ്നറ്റിക് ബൈ P ഇലക്ട്രിക് ഈക്വൽ ടു പൈ ബി സ്ക്വയർ. ഈ വാല്യൂസ് എല്ലാം ഇപ്പം m0ന് പകരം നമ്മൾ പൈ ബി സ്ക്വയർ I0യും p0യ്ക്ക് പകരം q0 d, ഡിക്ക് പകരം പൈ ബി, I0യ്ക്ക് പകരം q0 ഒമേഗയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ P മാഗ്നറ്റിക് ബൈ P ഇലക്ട്രിക് മാഗ്നറ്റിക് ഡൈപോൾ റേഡിയേറ്റഡ് പവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തെന്ന് വരുന്നു? P മാഗ്നറ്റിക് ബൈ P ഇലക്ട്രിക് ഈക്വൽ ടു ഒമേഗ ബി ബൈ സി ദി ഹോൾ സ്ക്വയർ.